നടുവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാം, എപ്പോഴൊക്കെ നടുവേദന വന്നാൽ നമുക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും, എപ്പോഴൊക്കെയാണ് നടുവേദനയ്ക്ക് സർജറി ചെയ്യേണ്ടി വരുന്നത് എന്നെല്ലാം നമുക്കിന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാജീവ്. ഞാൻ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചെങ്ങന്നൂർ. വളരെ സർവ്വസാധാരണമായൊരു പ്രോബ്ലമാണ് ഈ നടുവേദന എന്ന് പറഞ്ഞാൽ. നടുവേദന അല്ലെങ്കിൽ തലവേദനയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണത്തില്ല. തലവേദന പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നടുവേദന. പ്രത്യേകിച്ചും പ്രായമാകും തോറും നടുവേദനയുടെ ഇൻസിഡൻസും കൂടി വരും. സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 to 80% ആൾക്കാർക്കെങ്കിലും എപ്പോഴേലുമൊക്കെ ശക്തമായ നടുവേദന എടുക്കുകയും അതുമൂലം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യവും ജോലിയിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ നടുവേദനയ്ക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊരു ഡോക്ടറെ കാണേണ്ടത്, അതിന് എന്തെല്ലാം ചികിത്സകളാണ് വേണ്ടത്, എപ്പോഴാണ് സർജറി വേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ തന്നെ ഈ നടുവേദന എന്നൊരു പ്രശ്നത്തിന് വേണ്ടി തന്നെ പല രീതിയിലുള്ള ചികിത്സാ രീതികളും നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ശരിക്കുള്ള ചികിത്സ അല്ലാതെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയ്ക്കകത്ത് ഉളിയെടുത്ത് അടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, ഒരാൾ പുറകിൽ നിന്ന് നെക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, തിരിച്ചും മറിച്ചുമൊക്കെ തിരിച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. എന്തോ ഒച്ച വരുത്താൻ ശ്രമിക്കുന്ന രീതിയുണ്ട് നടുവേദന വരുന്ന ആൾക്കാരിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള പ്രശ്നങ്ങൾ അത് എന്താണെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെയൊക്കെ ചികിത്സയ്ക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് നടുവേദനയുടെ കാരണങ്ങൾ നോക്കാം. നടുവേദനയുടെ നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലുള്ള പ്രശ്നങ്ങൾ, അതായത് നടുവിൽ നട്ടലിന് ഇടയ്ക്ക് കശരൂരുണ്ട്, പുറകിൽ സ്പൈനൽ കോഡുണ്ട്, അതിൻ്റെ 2 സൈഡിലും മസിലുകളുണ്ട്, കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഇതല്ലാതെ നെർവ്സ് ഉണ്ട്. ഇതെല്ലാമാണ് പൊതുവെ. അപ്പോൾ ഇവിടെ എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നടുവേദന വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന നടുവേദനയ്ക്കാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അതായത് മസിലിൽ വരുന്നതിൻ്റെ സ്ട്രെയിന്, ലിഗമെൻറ്റ് വരുന്നതിൻ്റെ സ്ട്രെയിന്, അല്ലെങ്കിൽ എന്തെങ്കിലും വെർട്ടിബ്ര ഫ്രാക്ചേഴ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഞരമ്പുകളിൽ നിന്നുണ്ടാകുന്ന ട്യൂമർ, അതല്ല ഇനിയിപ്പം പ്രായമാകുമ്പോഴേക്കും കനാൽ സ്റ്റീനോസിസ് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, 2 നട്ടലുകൾ തമ്മിൽ തെറ്റുക, അതായത് സ്പോണ്ടൈലോലിസ്തസിസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മെക്കാനിക്കൽ പ്രോബ്ലംസാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കാരണം വരുന്നതാകാം. അതായത് ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കിലോസ് സ്പോണ്ടൈലൈറ്റിസ്, അങ്ങനെ ഈ തേയ്മാനം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ കാരണം വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ മെഡിക്കൽ കോസസായ ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ്, പ്രായമായവരിൽ ചിലപ്പോൾ ചെറിയൊരു വീഴ്ച തന്നെ ചിലപ്പോൾ നട്ടലുകൾ പൊട്ടലുണ്ടാവുകയും അത് കംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന പല പ്രശ്നങ്ങൾ കാരണം വരുന്ന നട്ടലിൻ്റെ തേയ്മാനം വരുന്നത്. അപ്പോൾ ഇതെല്ലാം നടുവേദന ഉണ്ടാക്കാനായിട്ട് കാരണം ഉണ്ടാവും. പിന്നെ ട്യൂമറുകൾ തന്നെ, അതായത് ഈ ട്യൂമറുകൾ എന്ന് പറയുമ്പോൾ എല്ലിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം, മസിലുകളിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം, ഞരമ്പിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം, സ്പൈനൽ കോഡിനകത്തു നിന്നുണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ പല രീതിയിലുള്ള ട്യൂമേഴ്സ് ഉണ്ട്. സർവ്വസാധാരണമായി കാണുന്ന നടുവേദന എന്ന് പറഞ്ഞാൽ ഉളുക്കാൻ നേരത്താണ്. അതിനാണ് ഈ മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലിഗമെൻ്റ് സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് ഒരു വീഴ്ചയിൽ നിന്നുണ്ടാകുന്ന നടുവേദന. അപ്പോൾ അത് പുറകിൽ മാത്രമായിരിക്കും ആ വേദന, പ്രത്യേകിച്ച് കാലിലോട്ടൊന്നും വേദന വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നടുവേദനയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതിനുവേണ്ടി ചിലപ്പോൾ 1-2 ദിവസം കംപ്ലീറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ നടുവേദന മാറുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറിയില്ലാത്ത വേദന, അതായത് ഈ നടുവേദനയുടെ ദീർഘം എത്ര നാളത്തേക്ക് വരുന്നു, കുറച്ച് നാളത്തേക്കുള്ള നടുവേദന, അല്ലെങ്കിൽ സബ് അക്യൂട്ട് എന്ന് പറയുമ്പോഴേക്കും കുറേ ആഴ്ചകളിലോട്ടുള്ള നടുവേദന, കുറച്ച് മാസങ്ങൾ നിൽക്കുന്ന നടുവേദന, അതാണ് ക്രോണിക് ആയിട്ടുള്ള നടുവേദന. അപ്പോൾ ഇതിൻ്റെ ഈ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് നടുവേദന നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാതെ നമ്മളതിന് ഓരോ ആൾട്ടർനേറ്റ് ചികിത്സകൾക്ക് വേണ്ടി പോകുമ്പോഴാണ് അടുത്തടുത്ത പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഈ അടുത്ത പ്രശ്നങ്ങൾ, നടുവേദന അല്ലാതുള്ള പ്രശ്നങ്ങൾ നോക്കാം. ഒന്ന്, ഇപ്പോൾ കഴുത്തിലാ വേദന വരുന്നെങ്കിൽ അത് കയ്യിലോട്ട് വേദന റേഡിയേറ്റ് ചെയ്ത് വരിക, കൈക്ക് ബലക്കുറവ് വരിക. നടുവിനാണ് വേദന വരുന്നതെങ്കിൽ നെഞ്ചും കൂടിന് ചുറ്റിലോട്ട് ഒരു വേദന പോലെ വരിക, പെരുപ്പ് വരിക, മരവിപ്പ് വരിക. അല്ലെങ്കിൽ ഏറ്റവും താഴെ നടുവിനാ വേദന വരുന്നെങ്കിൽ കാലുകളിലോട്ട് വേദന ഇറങ്ങുക, മലവും മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഒരു കാലുകൾക്ക് ബലക്കുറവ് അല്ലെങ്കിൽ 2 കാലുകൾക്ക് ബലക്കുറവ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ നടുവിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകളിലോട്ട് കംപ്രഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കാതെ നമ്മൾ ഓരോ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ അത് കൂടി വരികയും ബലക്കുറവ് നല്ല രീതിയിൽ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ വളരെ വല്ലാത്ത ബലക്കുറവായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു അവസ്ഥയിൽ ആയി കിടക്കുന്ന ബലക്കുറവ് തിരിച്ചു വരുത്താനായിട്ട് സർജറി കൊണ്ട് സാധിക്കത്തില്ല. അപ്പം അത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നെയിം എന്ന് പറയുന്ന പോലെ നേരത്തെ നമ്മളിത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രഷൻ തടയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറികൾ ചെയ്യേണ്ട സാധനമാണെങ്കിൽ അത് ചെയ്ത് മാറ്റി
നമുക്ക് പേഷ്യൻറ്റിനെ പൂർണ്ണ രീതിയിൽ ആരോഗ്യസ്ഥയിൽ ഇരിക്കുകയും അതിൽ നിന്ന് മോശമാതിരിക്കുകയും ചെയ്യാം. ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ പോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് ഡിസ്ക് പ്രൊലാപ്സ്. ഡിസ്ക് പ്രൊലാപ്സാണ് ഏറ്റവും സാധാരണ അതിൽ ഒ പിയിൽ കാണുന്നതിൽ പേഷ്യൻ്റ് എന്ന് പറയുന്നത് എനിക്ക് നടുവേദന ഉണ്ടെന്നല്ല, എൻ്റെ L4 L5 ഡിസ്ക് ബൾജ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ആ ഡിസ്ക് തള്ളിയിരിക്കുന്നു നിന്നെ ഡോക്ടർ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് സാധാരണ ഇതിലൊരു ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇത് കശരേരു, രണ്ട് നട്ടലിൻ്റെ ഇടയിലുള്ളതാണ് ഈ കശരേരു. അപ്പോൾ ഈ കശരേരിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനമാണ്. നട്ടല് തമ്മിലുള്ള മൂവ്മെൻറ്റിനകത്ത് ഫ്രിക്ഷൻ വരാതെ നോക്കുക, വെയിറ്റ് ഈവനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കശരേരിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രായം ചെല്ലുന്തോറും നമ്മുടെ ഡിസ്കുകൾക്ക് നോർമലായിട്ട് തന്നെ അതിനകത്തുള്ള വെള്ളം പോലെ പൾപ്പാണ്, അതിന് ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന സാധനം ആനുലസ് ഫൈബ്രോസസിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് പൾപ്പോസസിനകത്തുള്ള വെള്ളം നമ്മൾ പ്രായം ചെല്ലുന്നതനുസരിച്ച് തേയ്മാനം വരുന്നതനുസരിച്ച് വെള്ളം കുറഞ്ഞു വരും. അതാണ് ലോസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് നേരത്തെ ഈ ഡെസിക്കേഷൻ സംഭവിക്കും, അപ്പോൾ വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ എന്ത് പറ്റും, ഈ ഫ്രിക്ഷൻ കൂടുതലായിട്ട് വരും. അങ്ങനെ ഒരു അൺഈവൻ വെയിറ്റ് ബെയറിങ് വരുമ്പോഴേക്കും ഉടനെ അത് ഒരു സൈഡിലോട്ട് ഡിസ്ക് തള്ളി വരാം. ഇങ്ങനെ തള്ളി വരുന്നതിനാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം വെളിയിലോട്ട് ഇറങ്ങി വരുന്നതാണ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് ഒത്തിരിയും വെളിയിലോട്ട് വരുന്ന ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ അതിന് സീക്വസ്ട്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വെളിയിലോട്ട് വരും മൈഗ്രേഷൻ, മേളിലോട്ട് താഴത്തോട്ടൊക്കെ പോയെന്ന് വരാം. അപ്പോൾ ഈ തള്ളി വരുന്ന സാധനം ഞരമ്പിൽ കംപ്രഷൻ ചെയ്യുകയും ആ ഞരമ്പിൽ കംപ്രഷൻ ചെയ്യുന്ന വഴിയാണ് ഈ കാലിലോട്ട് വേദന വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു കുറച്ച് നാളത്തേക്കും മെഡിസിൻസും റെസ്റ്റും കൊണ്ട് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സർജറി ചെയ്യണം. സർജറി ചെയ്തില്ല എങ്കിൽ ചിലപ്പം ഈ ഇരിക്കുന്ന ഡിസ്ക് തള്ളി വന്നേക്കുന്ന ഇത് കാരണം ഞരമ്പുകൾക്ക് പെർമനൻറ്റ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പുകളുടെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആയ ഞരമ്പുകൾ തിരിച്ചു വരാനായിരിക്കും ബുദ്ധിമുട്ട്. കാരണം ഇതിനകത്ത് റീജനറേഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവം വരുന്നതിന് മുമ്പേ അത് സർജറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ എപ്പോഴും ഒ പിയിൽ കാണാൻ നേരത്ത്, അതായത് നമ്മൾ പേഷ്യൻറ്റിനെ കാണുമ്പോൾ പേഷ്യൻ്റ് ആദ്യത്തെ ചോദ്യം തന്നെ പറയും, സർജറി ചെയ്താൽ നടുവിൻ്റെ സർജറി ചെയ്താൽ കാല് തളർന്നു പോകുന്നെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ശരിക്കും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടുവിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കാല് തളർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മേ ബി ഒരു 0.1% അല്ലെങ്കിൽ 1% താഴെ മാത്രമേ കാലിന് തളർച്ച വരത്തുള്ളൂ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കാല് തളർന്നു പോകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അത്രയും വലിയ രീതിയിലുള്ള കംപ്രഷൻ ഉണ്ടായിരിക്കും. അവർക്കല്ലെങ്കിൽ ഓപ്പറേഷൻ മുമ്പ് തന്നെ ബലക്കുറവ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഞരമ്പിൽ നിന്നുണ്ടാകുന്ന ട്യൂമറോ അല്ലെങ്കിൽ ഇത് എടുക്കുന്നത് കൊണ്ട് ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നേ പറഞ്ഞ് മനസ്സിലാക്കിയ ചെയ്യുന്ന ഓപ്പറേഷനുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ ഇങ്ങനെ കാലുകൾക്ക് ബലക്കുറവ് വരാറുള്ളൂ. ഒരു ഡിസ്ക് സർജറിക്കൊന്നും വളരെ റെയറായിട്ട് മാത്രമേ ഞരമ്പിന് പ്രശ്നം വരത്തുള്ളൂ. കാരണം നമ്മൾ ഞരമ്പിലോട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ ഡിസ്ക് പ്രൊലാപ്സ് പോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ പല പ്രശ്നങ്ങളുള്ള ഉണ്ടാക്കുന്ന നടുവേദനകളുണ്ട്. അതായത് ഒന്ന്, മൂത്രത്തിൽ പഴുപ്പ്. നിരന്തരമായ മൂത്രത്തിൽ പഴുപ്പ് വരുന്നവർക്ക് ചിലപ്പോൾ നടുവേദന വന്നിരിക്കാം. ഒരു യൂട്രസിനകത്തൊരു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൂലം നടുവേദന അല്ലെങ്കിൽ കാലിലോട്ട് വേദന വരുന്നുണ്ടാകാം. ഈ സ്പൈനൽ കോഡിനകത്ത് വരുന്ന ട്യൂമറുകൾ, നെയ്റോസിൽ വരുന്ന ട്യൂമറുകൾ, ഇത് നടുവേദന ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് മാത്രമേ കാലിലോട്ടുള്ള വേദനകൾ വരുന്നുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ നടുവേദന ചിലപ്പം സ്പ്രെയിൻ കാരണമാണോ ഡിസ്ക് കാരണമാണെന്നോ വിചാരിച്ചിരിക്കുന്നത് കൊണ്ടും അതുമൂലം ശരിക്കുള്ള കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ട്യൂമറുകൾ ഇതെല്ലാം വലുതാവുകയും അതുമൂലം പിന്നീട് ഒരു സർജറി ചെയ്യാൻ നേരത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഡയഗ്നോസിസ് ആണ് ശരിക്കും ഒരു നടുവേദനയെ സംബന്ധിച്ചോളം നമുക്കത് അറിയേണ്ടത്. ഡയഗ്നോസിസ് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്കതിന് എന്ത് രീതിയിലുള്ള ചികിത്സ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വേണ്ടതാണോ അതോ പതുക്കെ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു നടുവേദന ഉണ്ടായാലും ആ നടുവേദന തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാലിലോട്ട് വേദന, കൈയിലോട്ട് വേദന, മരവിപ്പ്, മലമൂത്ര വിസർജന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാം. അതിൻ്റെ കൂടെ തന്നെ പനി, അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ലോസ്, എന്തെങ്കിലും ട്യൂമറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. ഒരു ഡോക്ടറെ കാണുമ്പോൾ ആവശ്യമെങ്കിൽ ആദ്യം നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫർദർ ഇമേജസ് വേണ്ടി വരുമോ, അതായത് എന്തെങ്കിലും എക്സ്റേ വേണോ അതോ MRI വേണോ എന്നുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നും എക്സാമിനേഷനിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ എക്സ്റേ MRI എടുക്കുക. അങ്ങനെ MRI എടുത്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സർജറി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും കൊടുക്കും.
എന്തെങ്കിലും ട്യൂമറുകൾ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. ആ വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പിന്നെ തിരിച്ച് നേരെയാകാനുള്ള സാധ്യത ഇല്ല. അപ്പം ഏറ്റവും നടുവേദന അല്ലെങ്കിൽ കാലിൽ വേദന അല്ലെങ്കിൽ കഴുത്തിന് കയ്യിലോട്ട് വേദന വരുന്ന എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് വേണ്ടത്. ഈ ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 ദിവസത്തെ റെസ്റ്റ് എടുത്ത ശേഷം മാറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. ഡോക്ടറിന് ക്ലിനിക്കൽ ഇവാലുവേഷനും റേഡിയോളജിക്കൽ ഇവാലുവേഷനും തീർച്ചയായിട്ടും വേണ്ടി വരുന്നതാണ്.